ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് ഓൺ ചെയ്ത് വെച്ച് നല്ല ഹാപ്പി ആയിട്ടിരുന്നു. എല്ലാവരും ബ്യൂട്ടിഫുള്ളി ഒന്ന് സ്മൈൽ ചെയ്ത് 1200 പേരെത്തിയിട്ടുണ്ട്. എപ്പോഴും നല്ല ചിരിച്ച് സന്തോഷത്തോടെ ഇരിക്കുക കേട്ടോ. യെസ്, എല്ലാവരുടെയും സ്മൈല് സൂപ്പർ ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ സൗന്ദര്യം കൂടുന്നത്. അതുകൊണ്ട് എപ്പോഴും നല്ല ചിരിച്ചുകൊണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2026 നമ്മുടെ ലൈഫിലെ ഏറ്റവും മാജിക്കൽ ഇയർ ആക്കാൻ, നമ്മുടെ ലൈഫിൽ ഏറ്റവും മികച്ച വർഷമാക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോ അതിലേക്ക് ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. എല്ലാവരും പേനയും ബുക്കും ഒക്കെ എടുത്തു വെച്ച് ടീച്ചർമാർ പറഞ്ഞിരുന്ന ഓരോ പോയിന്റ്സും കറക്റ്റ് ആയിട്ട് എഴുതിയെടുത്ത് അതിനെയൊക്കെ ലൈഫിൽ അപ്ലൈ ചെയ്യണം. അപ്പോഴേ നമ്മുടെ ലൈഫ് മാറത്തുള്ളൂ. യെസ്, അപ്പോ നമുക്ക് 2026 നമ്മുടെ ലൈഫിലെ ഏറ്റവും മികച്ച വർഷമാക്കണം അല്ലെ. എല്ലാ ഏരിയാസിലും, അത് ഹെൽത്തിലായാലും വെൽത്തിലായാലും റിലേഷൻഷിപ്പിലായാലും കരിയറിലായാലും നമ്മുടെ കോൺഫിഡൻസ് ലെവലിലായാലും ഹാപ്പിനെസ്സിലായാലും എല്ലാ ഏരിയാസിലും നമുക്ക് ഏറ്റവും മികച്ച വർഷമാക്കണം. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് ജസ്റ്റ് ഒരു മോട്ടിവേഷൻ ക്ലാസ് മാത്രമല്ല, ഇതൊരു ട്രാൻസ്ഫോർമേഷൻ ജേണിയാണ്. അപ്പോൾ 2025 എന്ന ഒരു വർഷത്തേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാവരും 2025 ഒന്ന് ഓർത്ത് നോക്കിയേ. ഇപ്പോ നമ്മുടെ ഈ ഒരു പുതുവർഷം വരാനായിട്ട് ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വർഷത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ ചിലർക്കൊക്കെ വളരെ നല്ലൊരു വർഷമായിരുന്നു. കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ലൊരു വർഷമായിരുന്നു. പക്ഷെ പലർക്കും തോന്നുന്നത് 2025 ഞാൻ പ്രതീക്ഷിച്ചതുപോലെ എനിക്ക് അത്ര സുഖകരമായ വർഷമായിരുന്നില്ല എന്ന് ചിലർക്ക് തോന്നും. കാര്യം ടീച്ചറുടെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്ക് ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇതിനെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടാത്തവരാണെങ്കിൽ അവര് പഴയ പോലെ തന്നെ വലിയ മാറ്റങ്ങളൊന്നും വരാത്ത ഒരു വർഷമായിരുന്നു തോന്നുന്നവരും ഉണ്ട് അല്ലെ. അപ്പോ ചിലരെ സംബന്ധിച്ചിടത്തോളം അവര് ലൈഫിൽ ഭയങ്കര സ്റ്റക്കായിട്ട് നിന്നിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാകാം. ഭയങ്കര ടയേർഡായിട്ട് അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് ആഗ്രഹിച്ചതൊന്നും നേടാൻ പറ്റാത്ത ഒരവസ്ഥയിലൂടെ കടന്നുപോയവരുണ്ടാവും. അപ്പോ ഈ ക്ലാസ് നമ്മുടെ ലൈഫിനെ തന്നെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് ലാസ്റ്റ് വരെ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക കേട്ടോ. ഇപ്പോ എന്നെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, ഞാൻ സുജ ആർമോഹൻ, മൈൻഡ് പവർ ട്രെയിനർ, സെലിബ്രിറ്റി കോച്ച് ആൻഡ് എ ബിസിനസ് കോച്ച്. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ സക്സസിനെ തടയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇത് നമ്മൾ മനസ്സിലാക്കും. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്, അബണ്ടൻസിലേക്ക് എത്താൻ എങ്ങനെയാണ് നമ്മുടെ മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് 2026 ഭാഗ്യവർഷമാക്കാനുള്ള 5 സ്റ്റെപ്പ് ഫോർമുല എന്താണ്. അതുപോലെ നമുക്ക് 100% സക്സസ് തരാൻ സഹായിക്കുന്ന ഒരു ഡെയിലി റൊട്ടീൻ, അതുപോലെ നമുക്ക് 30 സെക്കൻഡ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക്, അത് നമുക്ക് ഇൻസ്റ്റന്റ് റിസൾട്ട് തരുന്ന കാര്യമാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോ ഒന്നാമത്തെ ഘട്ടത്തിലേക്ക് കടക്കാം. എന്തുകൊണ്ടാണ് ആളുകളുടെ ലൈഫിൽ മാറ്റം വരാത്തത്? ഇപ്പോ നമ്മുടെ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം, അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നേരെ മറിച്ച് ഇതിനെ കുറിച്ച് അറിഞ്ഞുകൂടാത്തവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവര് പുതിയ ന്യൂ ഇയർ റീസൊല്യൂഷൻസ് ഒക്കെ എടുക്കും. എനിക്ക് ഒരു പുതിയ വ്യക്തിയാകണം, 2026 ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നൊക്കെ എല്ലാ ന്യൂ ഇയറിന് മുമ്പ് എല്ലാവരും റീസൊല്യൂഷൻസ് ഒക്കെ എടുക്കുന്ന ഒരു പതിവുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആളുകള് 10 വർഷം ജീവിക്കുകയല്ല, ഒരേ വർഷം 10 തവണ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? അതായത് പുതിയ പുതിയ 10 വർഷങ്ങളല്ല, ഒരു വർഷം തന്നെ അതിന്റെ റിപ്പീറ്റ് തന്നെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി പോലെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉദ്ദേശിച്ചത് ലൈഫില് വലിയ മാറ്റമൊന്നും വരുന്നില്ല. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, അവരുടെ ഇന്നർ പ്രോഗ്രാമിംഗ് ചേഞ്ച് ചെയ്യുന്നില്ല. നമ്മൾ ആ ഒരു പഴയ പ്രോഗ്രാമിങ്ങിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ, മനസ്സിൽ ആ നെഗറ്റിവിറ്റി തന്നെയാണ് കിടക്കുന്നതെങ്കിൽ, നമ്മൾ ഗോൾ സെറ്റിംഗ് ചെയ്യുന്നു, അല്ലെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നു, പക്ഷെ മൈൻഡ് സെറ്റ് പഴയത് തന്നെയാണെങ്കിൽ കലണ്ടറിലെ ദിവസങ്ങൾ മാറുന്നതിനനുസരിച്ച് ജീവിതം മാറില്ല. നമ്മുടെ ജീവിതം മാറണമെങ്കിൽ എവിടെ മാറ്റം വരണം? നമ്മൾ എന്ന വ്യക്തിയില് മാറ്റം വരണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ പഴയ ഓൾഡർ വെർഷൻ അത് മാറാതെ നമ്മുടെ ലൈഫ് മാറത്തില്ല, അതുപോലെ തന്നെ പോയിക്കൊണ്ടിരിക്കും. പലരും ജീവിക്കുന്നത് ഒരു വിക്ടിം മെന്റാലിറ്റിയിലാണ്. അതായത്, എന്നോട് എന്താ ആളുകൾ ഇങ്ങനെ പെരുമാറുന്നത്, എന്റെ ലൈഫിൽ മാത്രം എന്താ ഒരു മാറ്റം വരാത്തെ, എനിക്ക് മാത്രം എന്താ ജീവിതത്തിൽ ഉയർച്ച കിട്ടാത്തെ, എനിക്ക് മാത്രം എന്താ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യാത്ത,
വൈ മീ ഗോഡ്, ദൈവമേ എന്തുകൊണ്ട് എനിക്ക് മാത്രമേ ഈ ദുർഗതി, എന്റെ ലൈഫിൽ എന്തുകൊണ്ട് മാറ്റം വരുന്നില്ല, ആളുകൾക്ക് എന്നോട് എന്താ ഇഷ്ടമല്ലാത്ത, എന്റെ സാഹചര്യങ്ങൾ എന്താ മാറാത്ത, ഇങ്ങനെ നിരവധി പരാതികളുമായിട്ട് എപ്പോഴും ഒരു വിക്ടിം മെന്റാലിറ്റിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരുണ്ട്. നമ്മൾ ആ വിക്ടിം മെന്റാലിറ്റി മാറ്റാതെ നമ്മൾ വിഷ്വലൈസ് ചെയ്തോണ്ട് ഗോൾ സെറ്റിംഗ് ചെയ്തോണ്ട് അല്ലെ അടുത്ത വർഷത്തേക്ക് പുതിയ റീസൊല്യൂഷൻ എടുത്തതുകൊണ്ട് കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യണം, ആ വിക്ടിം മെന്റാലിറ്റിയിൽ നിന്ന് വിന്നർ മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ എത്തണം. നമ്മുടെ സിൽവർ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുള്ള സ്റ്റുഡൻസ് ഒക്കെ പറഞ്ഞ സക്സസ് സ്റ്റോറി നിങ്ങൾ കേട്ടില്ല. അതായത് അത്രയും നെഗറ്റീവിലായിരുന്നവര്, ഡിപ്രഷന് ഡെയിലി 5ഉം 6ഉം ഗുളികകൾ കഴിച്ചുകൊണ്ടിരുന്നവര് ഇന്ന് അവർക്ക് ഫുൾ ടൈം ഹാപ്പിനെസ് കാരണം സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യെന്ന് പറയുന്ന അവസ്ഥ. കാര്യം എന്താ, അവർ ആ വിക്ടിം മെന്റാലിറ്റിയിൽ ജീവിച്ച് അങ്ങനെ ഡിപ്രഷനിലേക്ക് ആണ്ടുപോയി. പക്ഷെ നമ്മൾ ഈ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് ഓരോ ദിവസവും പോസിറ്റീവ് കൊടുത്ത് മെല്ലെ മെല്ലെ ആ ഒരു ഹാപ്പിനെസ്സിലേക്ക് എത്തി. ഫുൾ ടൈം ഹാപ്പിനെസ്. 24 മണിക്കൂറും സന്തോഷമായി ഇരിക്കുക എന്ന് പറഞ്ഞൊരു ചെറിയ കാര്യമല്ല. പലർക്കും തോന്നുന്നത് ഹാപ്പി ആയിരിക്കുക എന്ന് പറഞ്ഞ വലിയ കാര്യമൊന്നും അല്ലാന്ന് തോന്നും. പക്ഷെ ഏതൊരു സിറ്റുവേഷനിലും സ്റ്റേബിൾ ആയിരിക്കുക, ആ ഒരു ഹാപ്പിനെസ്സിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാന്ന് പറയുന്നതും നമ്മൾ വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ നോക്കുമ്പോൾ, വലിയ മില്ലനേഴ്സിനെ ഒക്കെ നോക്കുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഫുൾ ടൈം ഹാപ്പിയാണ്? അപ്പൊ അവര് പറയും, പൈസയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ അത്ര ഹാപ്പി ഒന്നുമല്ല, ടെൻഷനിലാണ്, സ്ട്രെസ്സിലാണ്, അല്ലെ? അപ്പൊ നമ്മുടെ മനസ്സിനെ റീപ്രോഗ്രാമിങ് ചെയ്തെടുത്തില്ലെങ്കിൽ, മനസ്സിൽ അതേ മാലിന്യ കൂമ്പാരം അവിടെ ഇട്ടിട്ട് മനസ്സിൽ മാറ്റങ്ങൾ വരുത്താതെ നമ്മുടെ ജീവിതം ഒരിക്കലും മാറാൻ പോകുന്നില്ല. അതുകൊണ്ട് ന്യൂ ഇയർ റീസൊല്യൂഷൻ എടുത്തത് കൊണ്ട് ജീവിതം മാറില്ല. എന്തുകൊണ്ടാണ് ജീവിതത്തിന് മാറ്റം വരാത്ത? നമ്മുടെ മനസ്സിനെ റീപ്രോഗ്രാമിങ് ചെയ്തെടുക്കണം. പഴയ ആ ഓൾഡ് വെർഷനിൽ നിന്നും നമ്മൾ ന്യൂ വെർഷനിലേക്ക് മാറണം. ശരിക്കും ഇതിന്റെ റിയൽ സീക്രട്ട് എന്ന് പറയുന്നത് ഐഡന്റിറ്റി ഷിഫ്റ്റ്. അതായത് 2026 ലൈഫ് മാറണമെങ്കിൽ നമ്മുടെ ഐഡന്റിറ്റി മാറണം. ലക്ഷ്യങ്ങൾ മാറ്റിയിട്ടോ, വിഷൻ ബോർഡ് മാറ്റിയിട്ടോ, മോട്ടിവേഷൻ മാറ്റിയിട്ടോ കാര്യമില്ല. ശരിക്കും നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടത്, ഹു ആർ യു ഇൻസൈഡ്? നമ്മൾ ശരിക്കും ഉള്ളിൽ ആരാണ്? നമ്മളൊരു പോസിറ്റീവ് പേഴ്സൺ ആണോ? ഓരോരുത്തരും നിങ്ങളോട് തന്നെ ചോദിച്ചു, ഞാനൊരു പോസിറ്റീവ് പേഴ്സൺ ആണോ? ഞാൻ ഫുൾ ടൈം ഹാപ്പി ആണോ? ഞാൻ എന്റെ ലൈഫിനെ ആസ്വദിക്കുന്നുണ്ടോ? അതോ ഞാൻ ഇപ്പോഴും ഒരു വിക്ടിം മെന്റാലിറ്റിയിൽ, എനിക്ക് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നില്ല, എന്റെ ജീവിതത്തിൽ ഒരു മാറ്റവും വരുന്നില്ല, എനിക്കൊരു റിസൾട്ടും കിട്ടുന്നില്ല, എനിക്കൊരു ഹാപ്പിനെസ്സും കിട്ടും, ഇങ്ങനെ നിങ്ങൾ പരാതി പറഞ്ഞ് ഒരു വിക്ടിമിനെ പോലെ, ഇരയെ പോലെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും അവരോടും ചോദിച്ചു നോക്കി. നമുക്ക് സമ്പത്ത് നേടണമെങ്കിൽ ശരിക്കും നമ്മുടെ ഫോക്കസ് അതിലേക്ക് കൊടുക്കണം. പലരും വേണ്ടതിലേക്ക് ഫോക്കസ് കൊടുക്കത്തില്ല. വേണ്ടാത്ത എന്ത് കാര്യമുണ്ട് അതിലേക്ക് ഫോക്കസ് കൊടുത്ത് ജീവിക്കും. എന്നിട്ട് പറയും, എന്റെ ലൈഫിൽ മാറ്റം വരുന്നില്ല. എപ്പോഴും നെഗറ്റീവ് ചിന്തിച്ച് ലൈഫിലേക്ക് നെഗറ്റീവ് ആയിട്ടുള്ള സാഹചര്യങ്ങളെ അട്രാക്ട് ചെയ്തിട്ട് അവർ പറയും, എനിക്ക് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നില്ല. ശരിക്കും ലോ ഓഫ് അട്രാക്ഷൻ കറക്റ്റ് ആയിട്ട് അവരുടെ ലൈഫിൽ വർക്ക് ചെയ്യുന്നുണ്ട്. വേണ്ടാത്തത് ചിന്തിച്ചാൽ വേണ്ടാത്തതേ ലൈഫിലേക്ക് വരത്തുള്ളൂ. അത് ലോ ഓഫ് അട്രാക്ഷന്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കുറ്റം ആരുടെയാണ്? നമ്മുടെ തന്നെയാണ്. നമ്മൾ എന്തിലേക്കാ ഫോക്കസ് കൊടുക്കുന്നത്? നമുക്ക് കോൺഫിഡൻസ് കൂടണമെങ്കിൽ നമ്മൾ ശരിക്കും ആ ഒരു കോൺഫിഡൻസ് കൂടാനുള്ള കാര്യങ്ങൾ ചെയ്യണം. അതിന് വേണ്ടുന്ന അഫർമേഷൻസ്, വിഷ്വലൈസേഷൻ ഒക്കെ കറക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് സ്നേഹമാണ് വേണ്ടതെങ്കിൽ ശരിക്കും ബിക്കം ലവിങ് ആൻഡ് ലവബിൾ. നമ്മൾ മറ്റുള്ളവരെ, അവനവനോട് തന്നെ ഒരു സെൽഫ് ലവ് വേണം. നമ്മൾ നമ്മളെ സ്നേഹിക്കുകയും മറ്റുള്ളവർക്ക് ആ ഒരു സ്നേഹം കൊടുക്കാനും ഒക്കെ ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തണം. എനിക്ക് സക്സസ്ഫുൾ ആകണം എന്നല്ല, ശരിക്കും നമ്മൾ ഓൾറെഡി സക്സസ്ഫുൾ ആയി എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയണം. പലർക്കും ഉള്ളൊരു ഡൗട്ട് അവിടെയാണ്. ഒരു സെൽഫ് ഡൗട്ട് വരും. അതായത് എന്നെ കൊണ്ട് അതിന് പറ്റുമോ? അല്ലെങ്കിൽ ഒരു മിലനിയർ ലെവലിലേക്ക് എത്തണം, ബിലനിയർ ലെവലിലേക്ക് എത്തണം. അപ്പോ നാളെ സൺഡേ അല്ലേ, 28-ാം തീയതി നമ്മുടെ BA ബിലനിയർ ക്ലാസ് ഉണ്ട്. അപ്പോ അതിൽ 100 കോടി സമ്പത്ത് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ശ്രമ പഠിപ്പിക്കുന്നത്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. അതിന്റെ റെക്കോർഡിങ്സ് നമുക്ക് ലൈഫ് ലോങ് കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് കേട്ട് പ്രാക്ടീസ് ചെയ്യാം. പലരുടെയും ഡൗട്ട് അതിൽ വരുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് 100 കോടി സമ്പത്ത് നേടാൻ പറ്റും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അപ്പൊ അവര് പറയും, 1 കോടി എന്ന് കേൾക്കുമ്പോഴേ എനിക്ക് തല കറങ്ങും, പിന്നെ ഞാൻ 100 കോടി നേടുമെന്ന് എങ്ങനെ വിശ്വസിക്കും? എനിക്ക് ഒരിക്കലും വിശ്വാസമില്ല. നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, നമുക്ക് എന്താണോ വിശ്വാസമില്ലാതെ, നമുക്ക് ഒരിക്കലും അങ്ങനെ ആകാൻ പറ്റില്ല എന്ന് നമ്മൾ തീരുമാനിച്ചാൽ മനസ്സ് അവിടെ തടസ്സം സൃഷ്ടിക്കും. പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്താലും നമുക്കത് നേടാനുള്ള വഴികൾ തെളിയില്ല. നേരെ മറിച്ച് എന്നെ കൊണ്ടത് പറ്റും, ഇറ്റ്സ് ഈസി ടു ബിക്കം എ ബിലിയനർ, 100 കോടി സമ്പത്ത് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ ഈസിയാണ് എന്ന് ചിന്തിച്ചാൽ നമുക്കത് നടക്കും. ഇതെല്ലാം നമ്മുടെ ഒരു മൈൻഡ് സെറ്റിന്റെ കളിയാണ്. പലരും നിങ്ങൾ കണ്ടിട്ടില്ലേ,
ഇങ്ങനെയുള്ള ക്ലാസ്സുകളോ കാര്യങ്ങളോ ഈ അറിവുകളോ ഒന്നും ഇല്ലാത്തവർ ചിലപ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു ടെക്നിക്കൊക്കെ ചെയ്ത് നോക്കും. പിന്നെ ഡോട്ട് ടെക്നിക്കോ അല്ലെങ്കിൽ 11-11 ടെക്നിക്കോ ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ട് വിശ്വാസമില്ലാതെ ചെയ്ത് നോക്കിയിട്ട് അത് റിസൾട്ട് കിട്ടത്തില്ല. അപ്പൊ അവര് പറയും ഇതൊക്കെ ചുമ്മാതെ ഒന്നൊക്കെ ആൾക്കാരെ പറ്റിക്കുന്നതാണ്, ഇതൊക്കെ വെറുതെയാണ് എന്ന് പറയും. ശരിക്കും നമ്മൾ ആ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലേക്ക് എത്തിയതിനു ശേഷം ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാജിക്കലി നമുക്ക് ഇതെല്ലാം വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റ് എന്താണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നെഗറ്റീവ് മൈൻഡ് സെറ്റിൽ ഇരുന്ന് നമ്മൾ ഇനി എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ചിലപ്പോ നമ്മുടെ എന്താ പറയുക നല്ല കാലത്തിന് എന്തെങ്കിലുമൊക്കെ അറ്റവും മൂലയൊക്കെ ചിലപ്പോൾ നടന്നിരിക്കും. പക്ഷെ നമുക്ക് വലിയൊരു സക്സസിലേക്ക്, ജീവിത വിജയത്തിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ എത്താൻ പറ്റില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് നേടേണ്ടത് അത് നേടിക്കഴിഞ്ഞു എന്ന് വിശ്വസിക്കുമ്പോൾ അത് നേടാൻ സഹായിക്കുന്ന വ്യക്തികളും സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഒക്കെ നമ്മളിലേക്ക് വന്ന് കണക്ട് ആവും. ഇപ്പൊ സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഐ ആം റിച്ച്, ഓൾറെഡി ഞാൻ സമ്പന്നനാണ് എന്ന് ചിന്തിക്കണം. ഐ ആം കോൺഫിഡന്റ്, കോൺഫിഡൻസ് കൂടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഐ ആം കോൺഫിഡന്റ് എന്ന് നിരന്തരം വിശ്വസിക്കണം. നമുക്ക് എന്താണോ വേണ്ടത് അത് നേടിക്കഴിഞ്ഞു എന്ന വിശ്വാസത്തിലേക്ക് എത്തണം. പലർക്കും ആ ഒരു ബിലീഫ് വരത്തില്ല, എനിക്കതില്ലല്ലോ, എന്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ, ഞാൻ സ്ട്രഗിൾ ചെയ്യാണല്ലോ. ഓരോ മാസവും ഞാൻ മാസം അവസാനം എത്തുമ്പോൾ പലപ്പോഴും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ഞാൻ പിന്നെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ, എനിക്ക് ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് എത്താൻ പറ്റുന്നില്ലല്ലോ. ഇങ്ങനെയൊക്കെയുള്ള നിരന്തര ചിന്തകളാണ് വീണ്ടും വീണ്ടും അങ്ങനെയുള്ള ലൈഫ് നമുക്ക് തന്നുകൊണ്ടിരിക്കും. നമ്മുടെ തോട്ട് പ്രോസസ്സ് മാറാതെ നമ്മുടെ ലൈഫ് മാറില്ല. മനസ്സിലാവുന്നു? അപ്പൊ ഇതാണ് ആ റിയൽ സീക്രട്ട്. നമ്മൾ ആ ഒരു ഐഡന്റിറ്റി ഷിഫ്റ്റ് ചെയ്യണം. നമുക്ക് എന്താകാനാണോ ആഗ്രഹം അതായി കഴിഞ്ഞതായിട്ട് നമ്മൾ മനസ്സിൽ നിരന്തരം ചിന്തിക്കുക. ഇനി 5 സ്റ്റെപ്പ് ഫോർമുല ടു മേക്ക് 2026 ദ യുവർ ബെസ്റ്റ് ഇയർ, നമ്മുടെ ഏറ്റവും ഭാഗ്യവർഷമാക്കി 2026 മാറ്റാനുള്ള 5 സ്റ്റെപ്പ് ഫോർമുലയാണ്. ഒന്നാമതായിട്ട് എഴുതി വെച്ചോളൂ. സ്റ്റെപ്പ് നമ്പർ 1, ഡിസൈഡ് യുവർ ബിഗ് 2026 വിഷൻ. അതായത് നിങ്ങൾക്ക് 2026 നേടാനുള്ള ആ വലിയ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് അത് നിങ്ങൾ വ്യക്തമായിട്ട് എഴുതി വെക്കണം. നിങ്ങൾക്കറിയാമോ, ഈ ലോകത്തില് വെറും 3% ആളുകൾക്ക് മാത്രമാണ് ഗോൾ ഉള്ളത്. അതും റിട്ടേൺ ഗോൾസ്, എഴുതി വെക്കപ്പെട്ടിട്ടുള്ള ലക്ഷ്യങ്ങളുള്ളത് വെറും 1% ആൾക്കാരെ അത് എഴുതി വെക്കുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ച് അറിയാലോ, മനസ്സിൽ ചിന്തിച്ചു വെക്കും, കുറച്ച് കഴിയുമ്പോൾ അത് മാറ്റും. അവർക്കൊന്നും നേടാൻ പറ്റാതെ പോകുന്നത് അവർക്ക് ആ ഒരു ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട്. സോ തിങ്ക്, ഓരോരുത്തരും എഴുതി വെച്ചേ, നിങ്ങൾക്ക് ഈ 2026 നേടേണ്ട മെയിൻ ഗോൾസ് എന്തൊക്കെയാണ്? 4-5 ബിഗ് ഡ്രീംസ് യു വോണ്ട് ടു അച്ചീവ് ഇൻ 2026. ക്ലാരിറ്റി ഈസ് ഈക്വൽ ടു പവർ എന്നാ പറയാ. നിങ്ങൾക്ക് ആ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നേടാൻ പറ്റും. പലരുടെയും പ്രശ്നം ക്ലാരിറ്റി ഇല്ല ലൈഫിൽ. എന്ത് വേണം, എങ്ങനെ വേണം, ഈ ആർക്കോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ആർക്കൊക്കെയോ വേണ്ടി ജീവിച്ചു പോകുന്ന കുറേയധികം പേരുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്താണോ ജീവിക്കുന്നത്? ഓരോരുത്തരും അവരോരോടൊന്ന് ചോദിച്ചു നോക്കി. എനിക്ക് കൃത്യമായിട്ടുള്ള വെൽ ഡിഫൈൻഡ് ഗോൾ ഉണ്ടോ? ആ ഗോളിന് വേണ്ടി ഞാൻ ഓരോ ദിവസവും വർക്ക് ചെയ്യുന്നുണ്ടോ? ഇപ്പൊ 2026 ഭാഗ്യവർഷമാക്കണമെങ്കിൽ ഓരോ ദിവസവും ആ ഗോളിലേക്ക് എത്താനുള്ള സ്റ്റെപ്പാണ്. ആ കറക്റ്റായിട്ട് ആ കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു വർഷത്തെ ഏറ്റവും മികച്ചതാക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മുടെ ഹെൽത്ത്, റിലേഷൻഷിപ്പ്, വെൽത്ത്, കരിയർ എല്ലാ ഏരിയാസിലും നമ്മൾ വലിയ വലിയ ഗോൾ സെറ്റ് ചെയ്യണം. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ വലുത് തന്നെ സ്വപ്നം കാണണം. വലുത് സ്വപ്നം കണ്ടവരെ വലുത് നേടിയിട്ടുള്ളൂ. അപ്പൊ സ്റ്റെപ്പ് നമ്പർ 2 എന്ന് പറയുന്നത് റിമൂവ് എനർജി ബ്ലോക്കേഴ്സ്. അതായത് നമ്മൾ ശരിക്കും ഞാൻ ഇനി പറയാൻ പോകുന്ന 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ടും 80% നമ്മുടെ സക്സസിനെയും ബ്ലോക്ക് ചെയ്യുന്നത്. ഒന്നാമത്തെ പ്രശ്നം വെച്ചാൽ ഓവർ തിങ്കിങ്. മിക്കവരുടെയും പ്രശ്നം ഓവർ തിങ്കിങ്. ഇത് ഞാൻ പരാജയപ്പെട്ടു പോയി, അല്ലെങ്കിൽ മുമ്പോട്ട് പോകുമ്പോൾ ഇങ്ങനെ തടസ്സം വന്നാലും അങ്ങനെ വന്ന് ഞാൻ ആവശ്യമില്ലാത്തത് ചിന്തിച്ചെടുത്തിട്ട് വേണ്ടാത്തത് ചിന്തിച്ചെടുത്തിട്ട് നമ്മൾ അറിയാലോ, നമ്മൾ ആവശ്യമില്ലാത്ത നെഗറ്റീവ് ചിന്തയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ വൈബ്രേഷൻ താഴെ, നമുക്ക് ഫുൾ ടൈം ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റൂല. രണ്ടാമത്തതാണ് സെൽഫ് ഡൗട്ട്. അവനവനെ തന്നെ ഒരു വിശ്വാസം ഇല്ലാത്ത അവസ്ഥ. നിങ്ങൾ ആരെയാ ഭയക്കുന്നത്? നിങ്ങൾ എന്തിനെയാ ഭയക്കുന്നത്? പലർക്കും അവനവനെ തന്നെ ഒരു വിശ്വാസം ഇല്ല. എന്ന് വെച്ചാൽ എന്നെ കൊണ്ട് അത് പറ്റുമോ, ആം ഐ ഡിസർവിങ്, എനിക്കൊരു കഴിവില്ലാത്ത വ്യക്തി, ഞാൻ എന്ത് ചെയ്താലും വിജയിക്കില്ല. നമ്മൾ പോലും നമ്മളെ വിശ്വസിച്ചില്ലെങ്കിൽ മക്കളെ ആരാ നമ്മളെ വിശ്വസിക്കുക? ചുറ്റും നിന്ന് നമ്മളെ കളിയാക്കാനും പുച്ഛിക്കാനും അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് നെഗറ്റീവ് പറയാനും ഒക്കെ ഒരുപാട് മനുഷ്യരുണ്ടാവും. അവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നതിനനുസരിച്ച് തോറ്റു പിന്മാറി ഒരു പരാജിതനെ പോലെ തലയും കുമ്പിട്ട് നടക്കാതെ അന്തസ്സായിട്ട് എല്ലാവരുടെയും മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയണം. ഇന്ന് നമ്മളെ നോക്കി കളിയാക്കി ചിരിക്കുന്നവര് നാളെ നമുക്ക് വേണ്ടി കൈയടിക്കുന്ന
ആ ഒരു ദിവസം സൃഷ്ടിച്ചില്ലെങ്കിൽ, ഞാൻ എന്റെ ലൈഫിൽ ഒരു സിറ്റുവേഷനിൽ എടുത്തൊരു തീരുമാനം ഇതാണ്. ചവിട്ടി തേച്ചിട്ടുണ്ട് ആൾക്കാർ, മുമ്പിൽ വന്ന് കാർക്കിച്ചു തുപ്പിയിട്ടുണ്ട് ആൾക്കാർ. ആ സമയത്തൊക്കെ ഞാൻ തീരുമാനിച്ചൊരു കാര്യമാണ്, ഈ കളിയാക്കിയവരുടെ മുമ്പിൽ, ഈ കാർക്കിച്ചു തുപ്പിയവരുടെ മുമ്പിൽ വിജയിച്ച് കാണിച്ചിട്ടല്ലാതെ ഈ ഭൂമുഖത്തുനിന്ന് ഞാൻ പോവില്ല. ഇന്ന് അവരിങ്ങനെ റോഡിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ നോക്കാൻ പറ്റൂല, ഇങ്ങനെ നോക്കണം. കാര്യം എന്താ? വലിയ ഫ്ലെക്സ് ബോർഡുകൾ, 1010 സ്ക്വയർ ഫീറ്റിന്റെ ഫ്ലെക്സ് ബോർഡുകൾ റോഡിൽ ഇരിക്കുകയാണ്. നിങ്ങൾക്ക് വിജയിക്കണോ, ഞാനുണ്ട് കൂടെ, സുജാർ മോഹൻ എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ കണ്ട് അവരെന്റെ അടുത്ത് വന്നിട്ട് അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. ഇത്രയും സക്സസിലൊക്കെ എത്തിയല്ലോ. അപ്പൊ അവര് ഡയറക്ട്ലി എന്താ പറയാ, ആ ഒരു ഹാപ്പിനെസ് പ്രകടിപ്പിക്കില്ലെങ്കിൽ ഇൻഡയറക്ട്ലി അവരുടെ ആ ഒരു വർത്തമാനത്തിൽ നമുക്ക് മനസ്സിലാവും. കാര്യം എന്താ? അവരുടെയൊക്കെ മനസ്സിൽ ആ ഒരു കുറ്റബോധം തോന്നും. ഞാൻ ഈ വ്യക്തിയാണല്ലോ വേദനിപ്പിച്ചത്, വിഷമിപ്പിച്ചത്. ഞാനിത് പറഞ്ഞത്, നമുക്ക് ജീവിതത്തിലെ നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും മക്കളെ. ആരും ഇതിൽ നിന്ന് എക്സെപ്ഷണൽ കേസ്, എല്ലാവർക്കും പല തരത്തിലാണ് എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ നിങ്ങളെ ആ അത്രയും വിലയില്ലാതെ കാണുന്നവരുടെ മുമ്പിൽ 2026 എന്റെ ഭാഗ്യവർഷമാക്കി എനിക്കത് വിജയിച്ച് കാണിക്കണം എന്നുള്ള ആ ഒരു വാശി, വേറൊരു വ്യക്തിയോടുമുള്ള വാശി കൊണ്ട് നടക്കണം എന്നല്ല ടീച്ചർമ്മ പറയുന്നത്. അവനവനോട് തന്നെയുള്ള വാശി, അവനവന്റെ ഇന്നലകളോടുള്ള വാശി. ഇന്നലത്തെക്കാട്ടി മികച്ച വ്യക്തിയായിട്ട് എനിക്ക് മാറണം. അതുപോലെ മൂന്നാമതായിട്ട് ആളുകൾക്കുള്ള മെയിൻ പ്രശ്നമാണ് ഫിയർ ഓഫ് ജഡ്ജ്മെന്റ്. ഞാൻ ഇത് ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാർ എന്ത് വിചാരിക്കും? നിങ്ങൾ ആരെ ബോധ്യപ്പെടുത്തിയ ഈ ജീവിക്കാൻ ശ്രമിക്കുന്നത്? എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം. പലരുടെയും പ്രശ്നം, ഞാൻ അത് ചെയ്താൽ അവരെന്ത് വിചാരിക്കും, ഞാൻ ഈ ബിസിനസ് ചെയ്താൽ ഇവരെന്ത് വിചാരിക്കും, എന്റെ ഭർത്താവിന്റെ വീട്ടുകാരെന്ത് വിചാരിക്കും, എന്റെ വീട്ടുകാർ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ആൾക്കാരെ പ്രീതിപ്പെടുത്തി ഒരു പീപ്പിൾ പ്ലീസറായിട്ട് ജീവിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് എങ്ങും എത്താൻ പറ്റില്ല. നിങ്ങൾക്ക് ലൈഫിൽ മാസീവ് സക്സസ് വേണോ? ഒരു മനുഷ്യനെ നോക്കരുത്. അവര് നിങ്ങളുടെ പിറകിൽ നിന്ന് നിങ്ങളെ കുറ്റം പറയും, കളിയാക്കിച്ചിരിക്കും, ആവശ്യമില്ലാത്തതൊക്കെ പറയും. അതിനെ നോക്കിക്കൊണ്ട് നമുക്കിരുന്നാൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക് നമ്മൾ ഇറങ്ങി തിരിക്കണം, എനിക്ക് സക്സസ്ഫുൾ ആകണം എന്ന് തീരുമാനിച്ചുകൊണ്ട്. അപ്പൊ ഈ പറഞ്ഞ ഓവർ തിങ്കിങ്ങും സെൽഫ് ഡൗട്ടും ഫിയർ ഓഫ് ജഡ്ജ്മെന്റും ഒക്കെ റിലീസ് ചെയ്യാനായിട്ട് നമുക്കൊരു അഫർമേഷൻ പറയാം. എഴുതിക്കോളൂ. ഐ റിലീസ് എവറിത്തിങ് ദാറ്റ് ഡസ് നോട്ട് സെർവ് മൈ ഹയസ്റ്റ് ഗുഡ്. I release everything that does not serve my highest good. I release everything that does not serve my highest good. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്പർ 3 എന്ന് പറയുന്നത്, നമ്മൾ ഇൻസ്റ്റാൾ ഡെയിലി സക്സസ് ഹാബിറ്റ്സ്. നമ്മൾ എല്ലാ ദിവസവും നമുക്ക് സക്സസ്ഫുൾ ആകണമെങ്കിൽ നമ്മൾ ദിവസേന എടുക്കുന്ന ചെറിയ ചെറിയ ആക്ഷൻസ്, അതാണ് ഒരു വ്യക്തിയെ ലൈഫിൽ സക്സസ്ഫുൾ ആക്കുന്നത്. നിങ്ങളൊന്ന് നോക്കിയേ, സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാര്, മില്യനേഴ്സ്, ബില്യനേഴ്സ് അല്ലെങ്കിൽ സെലിബ്രിറ്റീസ്, ഓരോ മേഖലകളിലും വെന്നിക്കൊടി പാറിച്ച ആൾക്കാരെയൊക്കെ നോക്കുമ്പോൾ അവരൊക്കെ വളരെ ഈസി ആൻഡ് എഫേർട്ട്, അത് വെറുതെ ഒരു നമ്മൾ പറയില്ലേ ഹിന്ദിയിൽ രാത്തോരാത്ത് എന്ന് പറയും, ഒറ്റ രാത്രി കൊണ്ട് പിന്നെ അങ്ങ് സക്സസ് നേടിയതല്ല. അവരുടെ അതിന് പിന്നിൽ നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ അവരുടെ ആ ഗ്ലാമറസ് സക്സസ് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അതിനു പിന്നിൽ അവരനുഭവിച്ച ആ വേദനയുടെ തീവ്രത, അല്ലെങ്കിൽ അവർ അതിനുവേണ്ടി ചെയ്ത ആ ഒരു പ്രവൃത്തികളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അവർ ഒരുപാട് കഷ്ടപ്പാടിലൂടെ, ബുദ്ധിമുട്ടിലൂടെ ലാസ്റ്റ് സക്സസ് നേടിയപ്പോഴാണ് നമ്മൾ അവരെ കാണുന്നത്. അവരുടെ കഷ്ടപ്പാടും വേദനയും നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ അത്രയ്ക്ക് ഡെയിലി അവര് പിന്നെ വർക്ക് ചെയ്തുകൊണ്ടാണ് അവർക്ക് സക്സസിലേക്ക് എത്താൻ പറ്റിയത്. ഞാൻ ക്ലാസ്സിൽ റൊണാൾഡോയുടെ എക്സാമ്പിൾ പറയത്തില്ല, അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടപ്പോൾ അതില് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്, 10-16 മണിക്കൂർ ഡെയിലി ഒരേ റൊട്ടീൻ, ഡെയിലി പ്ലേ ഗ്രൗണ്ടിൽ കിടന്ന് കുത്തി പറയുക, വർക്ക്ഔട്ട് ചെയ്യുക, ഇതെല്ലാം സെയിം ഡേ ഓരോ ദിവസവും എവറി സിംഗിൾ ഡേ സെയിം ആക്ഷൻ തന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ബോറടിക്കും. ശരിയല്ലേ? അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാവർക്കും റൊണാൾഡോ ആവണം. റൊണാൾഡോ ആവാനുള്ള റോഡ് മാപ്പ് ഞാൻ നിങ്ങൾക്ക് തരാം. അത് ചെയ്യാൻ പറ്റുമെന്നാ ചോദിക്കുന്നത്. നമ്മൾ അവരുടെ സക്സസ് മാത്രമല്ല, അവർ അതിന് പിന്നിൽ എടുക്കുന്ന ഒരു എഫേർട്ട്. അപ്പൊ നമ്മളും ഇതുപോലെ ഡെയിലി എഫേർട്ട് ഇടണം. അതിനെന്ത് ചെയ്യണം? നമ്മൾ ഇൻസ്റ്റാൾ ഡെയിലി സക്സസ് ഹാബിറ്റ്സ്. എല്ലാ ദിവസവും നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണം. നന്ദി പറയുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കണം മക്കളെ. അതുപോലെ തന്നെ ഡെയിലി നമ്മളൊരു 10 മിനിറ്റ് എങ്കിലും വിഷ്വലൈസേഷൻ ചെയ്യണം. രണ്ടാമത്തെ ചോദിച്ചോളൂ, ഡെയിലി വിഷ്വലൈസ് ചെയ്യുക. മൂന്നാമത്തത്, ഒരു 15 മിനിറ്റ് എങ്കിലും ലേണിങ്ങിന് കൊടുക്കാം. നല്ല പുസ്തകങ്ങൾ വായിക്കണം. ഇന്നത്തെ കാലത്ത് പലർക്കും ഇല്ലാത്തൊരു ശീലമാണ് വായന, അല്ലെ? ഫോണിനകത്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വായിക്കാൻ എവിടെയാ സമയം? ഞാന് പിന്നെ ഇവിടെ ഒരു ലൈബ്രറിയിൽ പുസ്തകം എടുക്കാൻ പോയപ്പോഴത്തേക്ക് ശരിക്കും ഞാൻ അവസാനം അവിടുന്ന് ഇറങ്ങിയിട്ട് ഇതിനെക്കാട്ടി കളക്ഷൻ എന്റെ അടുത്തുണ്ടെന്ന് പറഞ്ഞു. കാര്യം അവിടുത്തെ പുസ്തകങ്ങളൊന്നും ആരും എടുക്കാതെ, എന്താ പറയാ, മൊത്തം പൊടി പിടിച്ച് അതിനകത്ത് തൊടാൻ പോലും പറ്റുന്നില്ല, പായൽ പിടിച്ചണക്ക് ഇരിക്കുകയാണ്. ആരെങ്കിലും എടുത്താലല്ലേ ആ പുസ്തകങ്ങളിനകത്തും
ഒരു ഇതുണ്ടാവുള്ളൂ. അപ്പോൾ ആ കൊറോണ കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഞാൻ പോയപ്പോൾ അവസ്ഥയായിരുന്നു. പിന്നെ ബുക്ക് എടുക്കാതെ വരുന്നു, വെറുതെ അവിടെ മെമ്പർഷിപ്പ് എടുത്തത് മാത്രം വെറുതെ. കാര്യം ഇന്ന് ആരും ഇന്ന് പുസ്തകങ്ങൾ വായിക്കുകയോ റെഫർ ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാകണമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോ എന്താ പറയാ, ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാവരും നല്ല ഗുഡ് ലേണേഴ്സ് ആണ്. അവര് നല്ല രീതിയിൽ റീഡേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, വായിക്കുക. ദിവസം മിനിമം ഒരു 15 മിനിറ്റ് എങ്കിലും വായിക്കുക. അതിൽ കൂടുതൽ വായിക്കാൻ പറ്റുമെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. അതുപോലെ എഴുതി വെച്ചോളൂ മക്കളെ. ഡെയിലി ഒരു 30 മിനിറ്റ് വർക്കൗട്ട് ചെയ്യണം. എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യണം. നമ്മുടെ പ്ലാറ്റിനം ഫാമിലിയില് ടീച്ചർമാർ യോഗ എല്ലാ ദിവസവും എവറി സിംഗിൾ ഡേ, സൺഡേ പോലും ഒഴിവില്ലാതെ എല്ലാ ദിവസവും യോഗയാണ്. എൻ്റെ 2 സ്റ്റുഡൻസ് ഉണ്ട്, നാച്ചുറോപ്പതി ഡോക്ടേഴ്സ് ആണ്. അപ്പൊ അവർക്ക് പേയ്മെന്റ് കൊടുത്ത് ഞാൻ വെച്ചേക്കുന്നതാണ് പ്ലാറ്റിനം ഫാമിലിക്ക് എല്ലാ ദിവസവും ലൈഫ് ലോങ് യോഗ ക്ലാസ്. ഡെയിലി ഇതിങ്ങനെ ചെയ്യിക്കുമ്പോൾ ശരിക്കും നമ്മൾ ആ ഒരു പ്രാക്ടീസ് ഇങ്ങനെ ചെയ്ത് എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പെർഫെക്റ്റ്ലി ഹെൽത്തി ആയിരിക്കാൻ പറ്റും അല്ലെ. അതുപോലെ തന്നെ ഡെയിലി അഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യാം. പലരും പറയാറുണ്ട് പിന്നെ ഇതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കുറച്ച് ദിവസം ചെയ്യും, പിന്നെ നമ്മൾ ചെയ്യുന്നു, മടി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. മറ്റുള്ളവര് വന്ന് ആരെങ്കിലും വന്ന് എന്നെ ഇങ്ങനെ ഫോഴ്സ് ചെയ്ത് നിർബന്ധിച്ച് ചെയ്യിക്കണം എന്ന് പറഞ്ഞിരിക്കാതെ ജീവിതം മാറണമെങ്കിൽ നമ്മൾ ആക്ഷൻ എടുത്തേ പറ്റുള്ളൂ. അതുപോലെ തന്നെ യുവർ ഹാബിറ്റ്സ് ക്രിയേറ്റ് യുവർ ഡെസ്റ്റിനി. നമ്മുടെ വിധി തീരുമാനിക്കുന്ന നമ്മുടെ ശീലങ്ങളാ. നമ്മൾ വളരെ മോശം ശീലങ്ങളിലേക്ക് പോയാൽ നമ്മുടെ വിധി അതുപോലെ ഇരിക്കും. പക്ഷെ നല്ല ശീലങ്ങളാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സക്സസ്ഫുൾ ആകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനി സ്റ്റെപ്പ് നമ്പർ 4 എന്ന് പറയുന്നത് ആക്ട് ലൈക്ക് യുവർ 2026 വെർഷൻ നൗ. ആക്ട് ആസ് ഇഫ് എന്ന് പറയുന്ന ലോ ഓഫ് അട്രാക്ഷൻ ഒരു ടെക്നിക് ഉണ്ട്. നിങ്ങൾക്ക് 2026 നിങ്ങൾ എങ്ങനെ ആകാൻ ആഗ്രഹിക്കുന്നു അതുപോലെ ഇപ്പൊ ആക്ട് ചെയ്യുക. അതായി കഴിഞ്ഞിട്ട് നിങ്ങൾ വളരെ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഓൾറെഡി നിങ്ങൾ ഭയങ്കര കോൺഫിഡന്റ് ആണ് എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ഭയങ്കര ഹാപ്പി പേഴ്സൺ, വളരെ ആക്റ്റീവ് പേഴ്സൺ, എനർജറ്റിക് പേഴ്സൺ, എന്തൊക്കെ ആകാൻ ആഗ്രഹിക്കുന്നതൊക്കെ ആയി കഴിഞ്ഞതായിട്ട് ആക്ട് ചെയ്യാം. ഇനി സ്റ്റെപ്പ് നമ്പർ 5 എന്ന് പറയുന്നത് പ്രൊട്ടക്ട് യുവർ എനർജി. പ്രൊട്ടക്ട് യുവർ എനർജി അതായത് ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾക്കൊക്കെ സമയം കളയുന്നത് നിർത്തുക. ഒന്നാമത്തെ കാര്യം എഴുതി വെച്ചോ മക്കളെ, നെഗറ്റീവായിട്ടുള്ള ആളുകളുമായിട്ടുള്ള സംസർഗം നിർത്തണം നിങ്ങൾ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ. രണ്ടാമതായിട്ട് യൂസ്ലെസ് സ്ക്രോളിംഗ്. വെറുതെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുക. എന്തോ ഈ നോക്കുന്ന വല്ല ധാരണയുണ്ട്? ഇൻസ്റ്റാഗ്രാം എടുത്ത് 1 കണ്ട് 2 കണ്ട് 3 കണ്ട് 4 കണ്ട് മണിക്കൂറുകൾ പോകുന്ന അറിയില്ല. ഇതുകൊണ്ട് നമ്മൾ എന്ത് നേടി? ഈ യൂസ്ലെസ് സ്ക്രോളിംഗ് നിർത്തണം. അതുപോലെ തന്നെ പാസ്റ്റ് സ്റ്റോറീസ് ഓരോരുത്തരും പിടിച്ചു വെച്ചിട്ടുണ്ട്, പഴയ കുറെ കഥകൾ, ഇതവിടെ നിർത്തണം. അതുപോലെ തന്നെ മെയിൻ പ്രശ്നം ഫിയർ ഓഫ് ഫെയിലുവർ. പരാജയപ്പെട്ടു പോവോ, ഞാനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പരാജയപ്പെട്ടു പോയാൽ, എന്റെ പൈസ പോയാൽ, എപ്പോഴും ഈ ഒരു നെഗറ്റീവ് തോട്ട് പ്രോസസ്സിൽ ഇരിക്കുന്നവരുണ്ട്. യുവർ എനർജി ഈസ് യുവർ കറൻസി. നമ്മുടെ എനർജി ഹൈ ആക്കി വെക്കുക. നിങ്ങൾ ടീച്ചറമ്മ എപ്പം നോക്കിയാലും ഈ ഹൈ എനർജിയിൽ ചാടിത്തുള്ളി നടക്കുന്നത് എന്തുകൊണ്ടാണ്? രാവിലെ കാണുന്ന അതേ എനർജി രാത്രി ക്ലാസ് 10 മണിക്ക് തീരുമ്പോഴും അതേ എനർജിയിൽ ഇരിക്കുന്നത്. മനഃപൂർവ്വമായി എനർജി മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യം എന്താ? നമുക്ക് നമ്മുടെ എനർജിയാണ് ഒരു വ്യക്തിയുടെ സക്സസ് തീരുമാനിക്കുന്നത്. അപ്പൊ എപ്പോഴും നല്ല ഹൈ എനർജിയിൽ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമുക്കൊരു 30 സെക്കൻഡ് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്യാം. എല്ലാവരും ഒന്ന് കണ്ണടച്ചിരുന്നേ. Everyone, please close your eyes. Take a deep breath in. Slowly breathe out. Breathe in. Breathe out. Breathe in. Breathe out. Once again, breathe in. Breathe out. ഇന്ന് 2026 ഡിസംബർ 31, അതായത് അടുത്ത വർഷത്തെ ലാസ്റ്റ് ഡേ. അപ്പോ നിങ്ങൾ ഈ 2026 എങ്ങനെയാകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതുപോലെ ആയി കഴിഞ്ഞതായിട്ട് മനസ്സിൽ കണ്ടേ. നിങ്ങൾ ഫുൾ ടൈം ഹാപ്പി എനർജറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട്, എപ്പോഴും നല്ല ആരോഗ്യത്തോടെ കുതിച്ചു ചാടി എനർജറ്റിക് ആയിട്ട് നടക്കുന്നത്, അതുപോലെ കൃത്യമായിട്ട് നിങ്ങൾ ഗോള് സെറ്റ് ചെയ്യുന്നത്, ആ ഗോൾസ് ഓരോന്നും നിങ്ങൾ അച്ചീവ് ചെയ്യുന്നത്, ആ ഗോളൊക്കെ അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ തോളിൽ തട്ടി അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ എന്തൊക്കെയാണ് നിങ്ങളുടെ ആഗ്രഹം? ഓരോരുത്തർക്കും ഓരോ ആഗ്രഹമായിരിക്കും. വീട് വെക്കണം എന്നുള്ളവരാണെങ്കിൽ ആ വീട് നിങ്ങൾ സ്വന്തമാക്കുന്നത്, കാർ മേടിക്കണം ആഗ്രഹമുള്ളവർ അത് സ്വന്തമാക്കുന്നത്. എന്താണോ നിങ്ങളുടെ ഗോള് അതെല്ലാവരും മനസ്സിലൊന്ന് വിഷ്വലൈസ് ചെയ്ത് 2026 എങ്ങനെയായി തീരണം, അതായി തീരുന്നതായിട്ട് മനസ്സിൽ വിഷ്വലൈസ് ചെയ്തേ. Feel that happiness. Feeling is the secret.
2026 നിങ്ങളുടെ ഭാഗ്യവർഷമായി മാറിയതായിട്ട് എല്ലാവരും വിഷ്വലൈസ് ചെയ്യും. എന്തൊക്കെ നേടാൻ ആഗ്രഹിച്ചു അതെല്ലാം നേടിക്കഴിഞ്ഞതായിട്ട് മനസ്സിൽ കാണും. വീട്ടിൽ നല്ല സന്തോഷം, സമാധാനം, സ്വർഗതുല്യമായ ജീവിതം, പെർഫെക്റ്റ്ലി ഹെൽത്തി, എല്ലാ റിലേഷൻഷിപ്പും പെർഫെക്റ്റ് ആയി നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള ജോലി അല്ലെങ്കിൽ സാലറി ഹൈക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസിന്റെ സക്സസ്, ഫുൾ ടൈം ഹാപ്പിനെസ്, സീ എവറി മൈന്യൂട്ട് ആസ്പെക്ട്സ് ഓഫ് യുവർ ലൈഫ്. Feel it with all your five senses. സന്തോഷം നിങ്ങളുടെ മുഖത്ത് വരട്ടെ. സ്മൈൽ ബ്യൂട്ടിഫുള്ളി. See it, feel it, smile beautifully. മനസ്സിൽ പറയൂ, താങ്ക് യു യൂണിവേഴ്സ്, 2026 ഈസ് മൈ ബ്രേക്ക് ത്രൂ ഇയർ. താങ്ക് യു യൂണിവേഴ്സ്. യൂണിവേഴ്സിന് നന്ദി പറയൂ. താങ്ക് യു യൂണിവേഴ്സ് ഫോർ മേക്കിംഗ് 2026 the best year in my life. 2026 എന്റെ ജീവിതത്തിലെ മികച്ച വർഷമാക്കി മാറ്റിയതിന് നന്ദി യൂണിവേഴ്സ്. നന്ദി നന്ദി നന്ദി. നന്ദി പറഞ്ഞുകൊണ്ട് മെല്ലെ കണ്ണു തുറക്കൂ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അപ്പൊ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? വിഷ്വലൈസ് ചെയ്യണം. പെട്ടെന്ന് ഹാപ്പിനെസ് കൂടിയത് കണ്ടോ? ശരിക്കും നമ്മൾ ആ ഒരു ഫീലിംഗിലേക്ക് പോയപ്പോ ആക്ച്വലി ദ ഫീലിംഗ്, ഈ ഒരു ഫീലിംഗ് ആണ് ദാറ്റ്സ് യുവർ മാഗ്നറ്റ്. ആ ഫീലിംഗ് ആണ് നമുക്ക് ശരിക്കും മാഗ്നറ്റ് പോലെ എല്ലാം നമ്മളിലേക്ക് അട്രാക്ട് ചെയ്ത് തരുന്നത്. അതുപോലെ മക്കളെ, ആർക്കെങ്കിലും ഒക്കെ ഫൊർഗീവ്നെസ് കൊടുക്കുക. ഇതൊക്കെ എഴുതി വെച്ചോണ്ട് ആർക്കെങ്കിലും ഒക്കെ ഫൊർഗീവ്നെസ് കൊടുക്കാണ്ട് ഫൊർഗീവ്നെസ് കൊടുക്കുക. അതുപോലെ തന്നെ ഇമോഷണലി റീസെറ്റ് യുവർ മൈൻഡ്. നമ്മള് ഇമോഷണലി ഓക്കെ ആവോ? ചിലരാണെങ്കിൽ ഭയങ്കര ദേഷ്യമൊക്കെ വന്ന് പൊട്ടിത്തെറിച്ച് ബഹളം വെച്ച് ഇമോഷണലി കാവാൻ എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നവരാണെങ്കിൽ ഡെയിലി മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കുറെ പേര് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ലാത്തവരുണ്ട്. എല്ലാ ദിവസവും നമ്മൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത്, ഇപ്പൊ നമ്മുടെ സിൽവർ ക്ലാസ്സിലെ ടീച്ചറും എല്ലാ ദിവസവും മെഡിറ്റേഷനും നമ്മൾ പ്രാക്ടീസുകളും ഓരോ മൈൻഡ് ക്ലൻസിങ്ങും എല്ലാം ചെയ്ത് നമ്മൾ ശരിക്കും നമ്മൾ ആ ഒരു പീസ്ഫുൾ സ്റ്റേറ്റിലേക്ക് എത്തും. അത് ക്ലാസ് അറ്റൻഡ് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതൊക്കെ അറ്റൻഡ് ചെയ്ത് നമ്മൾ ആ ഒരു ശാന്തതയുടെ അവസ്ഥയിലേക്ക് എത്തണം. നമ്മളെ തന്നെ ഒരു പുതിയ വ്യക്തിയാക്കി മാറ്റണം. അതുപോലെ തന്നെ അടുത്ത് എഴുതിക്കോളൂ, ലേസർ ഫോക്കസ്. അതായത് ലേസർ ഫോക്കസ് ക്രിയേറ്റ് മിറക്കിൾസ് എന്നാ പറയാ. നിങ്ങളുടെ ഗോളിലേക്ക് ലേസർ ഫോക്കസ് വേണം. ശരിക്കും വേണ്ടതിലേക്ക് മാത്രം കൃത്യമായിട്ട് നമ്മൾ ഫോക്കസ് കൊടുക്കുക. കൃത്യമായിട്ടുള്ള മോർണിംഗ് റൊട്ടീൻ ഒക്കെ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ മോർണിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ദിവസത്തിന്റെ കിങ് ആണ്. രാവിലെ തന്നെ ഹൈ എനർജിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മൊത്തം നമുക്ക് ആ ഒരു ഹാപ്പിനെസ്സിൽ ഇരിക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ നമ്മളെ വളരാൻ സഹായിക്കുന്ന നല്ല മനുഷ്യരുമായിട്ട് കൂട്ടുകൂടാനായിട്ട് നമ്മൾ മനഃപൂർവ്വമായിട്ട് ശ്രമിക്കുക. 2026 രക്ഷപ്പെടണോ? നല്ല മനുഷ്യരായിട്ട് കൂട്ടുകൂടുക. അവോയ്ഡ് നമ്മളോട് അസൂയയും കുശുമ്പും കുന്നായ്മയും നമ്മളെ കുറിച്ച് കുറ്റം പറയുകയൊക്കെ ചെയ്ത് നെഗറ്റീവായിട്ടുള്ള മനുഷ്യരിൽ നിന്ന് മാറി നിന്നിട്ട് നല്ല മനുഷ്യർ, നല്ല മെന്റേഴ്സുമായിട്ട് കണക്ട് ആവും. നിങ്ങളെ ജീവിതത്തിൽ വളരാനും വിജയിക്കാനും സഹായിക്കുന്ന നല്ല മെന്റേഴ്സുമായിട്ട് കണക്ട് ആവുക. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ബാഡ് ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ ക്വിറ്റ് ചെയ്യണം കേട്ടോ. ചിലരൊക്കെ എന്തെങ്കിലുമൊക്കെ ബാഡ് ഹാബിറ്റ്സിലൂടെ പോകുന്നുണ്ട്. അപ്പൊ ഓരോരുത്തർക്കും അറിയത്തുള്ളൂ എന്തൊക്കെയാണ് നിങ്ങളുടെ ബാഡ് ഹാബിറ്റ്സ്. അതൊക്കെ ക്വിറ്റ് ചെയ്യാം. അതുപോലെ ജങ്ക് ഫുഡൊക്കെ ഒഴിവാക്കി നമ്മള് 2026 വെക്കേഷൻ ഒക്കെ പ്ലാൻ ചെയ്യുക. പ്ലാൻ വെക്കേഷൻ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് ഫാമിലിയോടൊപ്പം ഒക്കെ യാത്ര പോകണം, അതൊക്കെ പ്ലാൻ ചെയ്യുക. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഡെയിലി ഒരു 2-3 മോട്ടിവേഷണൽ വീഡിയോസ് ഒക്കെ കാണുക. ഇതൊക്കെ കാണുമ്പോൾ നമ്മള് യൂട്യൂബിലെ ടീച്ചർ ഒരുപാട് ഫ്രീ ക്ലാസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഫ്രീ ക്ലാസിന്റെ പ്ലേലിസ്റ്റ് കിടക്കും. ഡെയിലി 2-3 എണ്ണം ഇതിങ്ങനെ കാണുക. ഇത് ഡെയിലി ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ആ ഒരു ഹൈ എനർജിയിൽ നിൽക്കാൻ പറ്റും. ഞാൻ തന്നെ ചിലപ്പോൾ എന്റെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് മോട്ടിവേറ്റഡ് ആകാറുണ്ട് കേട്ടോ. കാര്യം ക്ലാസ് എടുക്കുമ്പോൾ ആ ഒരു എനർജിയിലേക്ക് പറയും. പിന്നെ എപ്പോഴെങ്കിലും ഒക്കെ ആ ഒരു മോട്ടിവേഷൻ വേണം തോന്നുമ്പോൾ ഞാൻ ഈ വീഡിയോസ് എടുത്ത് വെച്ച് കാണും. അതുപോലെ തന്നെ മക്കളെ, നല്ലൊരു ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യാം. നിങ്ങള് ശരിക്കും നമ്മള് ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യുന്ന വെച്ചാൽ പലരും വിചാരിക്കും എനിക്ക് അങ്ങനെ
എന്താ പറയാ പിന്നെ ജിമ്മിൽ പോകാനോ വെയിറ്റ് കുറയ്ക്കാനോ താല്പര്യം, നമ്മൾ ഹെൽത്തി ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ മിക്കവരുടെയും പ്രശ്നമാണ് പ്രൊക്രാസ്റ്റിനേഷൻ, നീട്ടിവെക്കല്, മടി, അലസത, ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കും. നമ്മൾ ആദ്യം റിയലൈസ് ചെയ്യണം എനിക്ക് ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എനിക്ക് മാറ്റിയെടുക്കണം. ഇതൊക്കെ അവനോ വിചാരിച്ചെങ്കിലേ പറ്റൂ, വേറെ ആരും വന്ന് നമുക്ക് മാറ്റിത്തരാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ മാറ്റിയെടുക്കണം. 2026 കടക്കുന്നതിന് മുമ്പ് ഇതെല്ലാം മാറ്റണം. അതുപോലെ തന്നെ എഴുതി വെച്ചോളൂ, ബോക്സ് വരച്ചിട്ടേക്കണേ. 2026 ആകുന്നതിന് മുമ്പ് എന്റെ മക്കൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയാം, നിങ്ങളുടെ വീട് ഫുള്ള് ഡീക്ലട്ടർ ചെയ്യണം. വേണ്ടാത്ത സാധനങ്ങൾ മൊത്തം പറത്തി കളയണം. തട്ടിന്റെ മേളിൽ കാണും കുറെ പ്ലാസ്റ്റിക് കുപ്പിയും പഴയ ന്യൂസ് പേപ്പറും പാട്ടയും അതും ഇതും എടുത്തെല്ലാം ദൂരെ കളയണം. നമ്മുടെ വീട് 2026 കടക്കുമ്പോൾ നമ്മുടെ വീടെന്ന് പറയുന്ന ഹൈ പോസിറ്റിവിറ്റി നിറഞ്ഞ വീടാകണം. അപ്പൊ വേണ്ടാത്ത സാധനങ്ങളൊക്കെ എടുത്ത് കളഞ്ഞ് പിള്ളേർ ഇപ്പൊ +2 പഠിക്കായിരിക്കും, പഴയ പിള്ളേർ 1ാം ക്ലാസ് 2ാം ക്ലാസ്സിലൊക്കെ പഠിച്ച പിന്നെ അന്നുള്ള ഡ്രസ്സുകള്, പിള്ളേരുടെ പഴയ പൊട്ടിയ കുറെ കളിപ്പാട്ടങ്ങൾ, അത് ഇത് ഈ സാധനങ്ങളൊക്കെ അതൊക്കെ പിന്നെ ന്യൂ ഇയറിന് മുന്നേ തന്നെ എല്ലാം പറക്കി കളഞ്ഞ് വീട് ഫുള്ള് എന്താ പറയാ വലയൊക്കെ അടിച്ച് നമ്മൾ സാധാരണ ഒരു ഡീപ് ക്ലീനിങ് ചെയ്തില്ല. അപ്പൊ 2026 മുന്നേ തന്നെ നമ്മുടെ വീടിനെ സൂപ്പർ ആക്കണം കേട്ടോ. ഈ ഡീക്ലട്ടർ ചെയ്ത ആവശ്യമില്ലാത്തൊക്കെ പറക്കി കളഞ്ഞ് മൊത്തം വലയൊക്കെ അടിച്ച് വീട് നല്ല ചക്കാച്ച ക്ലീൻ ആക്കി ഇടണം. കാര്യം എന്താ, വീട് നമ്മൾ താമസിക്കുന്ന ആ ഒരു പിന്നെ വീട് വളരെ പോസിറ്റീവായി ഇരുന്നെങ്കിൽ മാത്രം, ശരിക്കും വീട് പോസിറ്റീവാക്കി വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് വീടിന്റെ എനർജി. അപ്പൊ വീടിനെ നമ്മൾ ഒരുക്കണം. 2026 ആവശ്യമില്ലാത്ത പേപ്പറും അതും ഇതെല്ലാം പറക്കി കളയണം കേട്ടോ. ഇതൊക്കെ ചെയ്തിട്ട് എന്നോട് പറയണം കേട്ടോ. അതുപോലെ തന്നെ ഡെയിലി മെഡിറ്റേഷൻ ചെയ്യണം. മുടക്കരുത്, മെഡിറ്റേഷൻ ഒക്കെ ചെയ്താലേ നമുക്ക് നല്ല ശാന്തതയിൽ ഇരിക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ മൈൻഡ്ഫുൾനെസ്സിൽ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കാം. റെഗുലർ ആയിട്ട് എക്സസൈസ് ചെയ്യാം. അതുപോലെ 2026 പുതിയ ഹൈ ഇൻകം സ്കിൽസ് പഠിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ സ്കില്ലുകൾ പഠിക്കണം. പബ്ലിക് സ്പീക്കിംഗ്, അല്ലെങ്കിൽ കോച്ചിങ് പഠിക്കണം, സെയിൽസ് പഠിക്കണം, മാർക്കറ്റിംഗ് പഠിക്കണം, അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേഷൻ പഠിക്കണം, നിങ്ങൾക്ക് ഒരു യൂട്യൂബർ ആകണം, ഇങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സ്കിൽസ് നമ്മൾ പഠിക്കാം. ഇപ്പോൾ കോച്ചിങ് ഒക്കെ ഒരുപാട് പേർക്ക് ടീച്ചറെ പോലെ ലൈഫ് കോച്ച് ആകണം, ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പൊ നമ്മുടെ പ്ലാറ്റിനത്തിൽ ലൈഫ് കോച്ചസിനുള്ള സ്പെഷ്യൽ കോച്ചിങ് ടീച്ചർ നമുക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്റെ ലൈഫ് കോച്ചസ് അവര് പ്ലാറ്റിനത്തിന് അടച്ചതിനെക്കാട്ടി പൈസ ഏൺ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അവർ വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ സ്കില്ലുകൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ അത് പഠിക്കാം. അതുപോലെ തന്നെ പ്രാക്ടീസ് ഡെയിലി പോസിറ്റിവിറ്റി. എല്ലാ ദിവസവും ആ ഒരു പോസിറ്റീവ് കൊടുത്തുകൊണ്ടേയിരിക്കണം. അതിന് നമ്മുടെ മെഗാമീറ്റർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ എല്ലാ ലോങ് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിനകത്തൂടെ മെഗാമീറ്റർ ഗ്രൂപ്പിൽ കണക്ട് ആയിരിക്കുക. ടീച്ചർമയുടെ മോട്ടിവേഷനും ഫ്രീ ക്ലാസ്സുകളും ഒക്കെ അതിനകത്തായിരിക്കും വരുന്നത്. അപ്പോൾ അത് കിട്ടാനായിട്ട് അപ്പൊ നമ്മൾ ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ കേട്ടിരിക്കുമ്പോൾ ആ ഒരു ഹൈ എനർജിയിലേക്ക് എത്താൻ പറ്റും. അതുപോലെ 28 ഡേയ്സ് മാജിക് പ്രാക്ടീസിന്റെ ഫ്രീ ക്ലാസിന്റെ പിന്നെ വീഡിയോസ് ഡെയിലി ഗ്രൂപ്പിൽ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കാം. അതുപോലെ തന്നെ സ്റ്റേ ഇൻ ഹൈ വൈബ്രേഷൻ. എപ്പോഴും നമ്മുടെ ഹൈ എനർജിയാണ്, അല്ലെങ്കിൽ ഹൈ വൈബ്രേഷനാണ് ഹൈ റിസൾട്ട് തരുന്നതെന്ന് മറന്നു പോകരുത്. അതുപോലെ നമ്മൾ എടുക്കുന്ന ആക്ഷൻസ്, വളരെ ബോൾഡ് ഡിസിഷൻസ് എടുക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മളിപ്പോ ഒരു കംഫർട്ട് സോണിലാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ റിപ്പീറ്റ് ലൈഫ് തന്നെ ആയിരിക്കും, ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അതേ ലൈഫ് തന്നെ ആയിരിക്കും മുന്നോട്ട് വരാൻ പോകുന്നത്. അപ്പൊ ജീവിതത്തിൽ ഒരു മാറ്റം വരണമെങ്കിൽ എന്ത് ചെയ്യണം? കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം. എഴുതി വെച്ചോളൂ, കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങണം. കറേജ് ഇസ് ഈക്വൽ ടു ന്യൂ ലൈഫ്. ധൈര്യമായിട്ട് അതിനെയൊക്കെ ബ്രേക്ക് ചെയ്ത് മുമ്പോട്ട്, കംഫർട്ട് സോൺ വിടുമ്പോൾ ചെറിയൊരു നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ അതിനെ തരണം ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ഒരു പുതിയ ലൈഫ് തന്നെ കിട്ടും. ഓക്കെ, അപ്പോ അതുപോലെ തന്നെ തീരുമാനിക്കുക. 2026 നിങ്ങൾ വളരെ ലേറ്റ് ആയിട്ട് എഴുന്നേൽക്കുന്ന വ്യക്തിയാണെങ്കിൽ നേരത്തെ തന്നെ ഞാൻ എഴുന്നേക്കും, തീരുമാനിക്കും ഒരു 5 മണിക്ക് എല്ലാ ദിവസവും രാവിലെ കറക്റ്റ് ഞാൻ എഴുന്നേക്കുന്നതൊക്കെ ഡിസിഷൻ എടുക്കണം. അതുപോലെ തന്നെ സക്സസ് ഈസ് ഹിഡൻ ഇൻ ഡെയിലി ഹാബിറ്റ്സ്. നമുക്കറിയാം നമ്മുടെ ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളിലാണ് സക്സസ് ഒളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സക്സസ്ഫുൾ ആകണമെങ്കിൽ ആ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് അതെല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യുക. അതുപോലെ ലേൺ ന്യൂ തിങ്സ്, പുതിയ കാര്യങ്ങൾ പഠിക്കുക. എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് നമുക്കൊരു ബുക്ക് റീഡ് ചെയ്യണം. റീഡ് 1 ബുക്ക് എ മന്ത്. ഓരോ മാസവും ഒരു പുസ്തകം വായിച്ചു തീർക്കണം. അതുപോലെ തന്നെ ഇതുവരെയും ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ, ഇപ്പോൾ സിൽവർ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സിൽവർ ക്ലാസ് അറ്റൻഡ് ചെയ്യണം. സിൽവർ ഓൾറെഡി അറ്റൻഡ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഗോൾഡ് അല്ലെങ്കിൽ പ്ലാറ്റിനം അറ്റൻഡ് ചെയ്യണം. നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുക. ജീവിതകാലം മുഴുവൻ നമ്മളൊരു വിദ്യാർത്ഥിയായിരിക്കാം. ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക, ഡെയിലി പഠിക്കും. അതുപോലെ പുസ്തകങ്ങൾ ഇഷ്ടംപോലെ വായിക്കും. എന്തിനാ അറിവ് ഇങ്ങനെ നേടുന്നത്? അതെല്ലാം ലൈഫിൽ അപ്ലൈ ചെയ്യുമ്പോഴേ നമ്മുടെ ലൈഫ് മാറും. ഇപ്പോഴും നമ്മളുണ്ടല്ലോ ഒരു empty കപ്പായിട്ടിരിക്കുക. ചിലർക്കാണ് എനിക്ക് എല്ലാം അറിയാം, ഞാൻ ഭയങ്കര സംഭവം എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട്. നമ്മൾ എന്നും ഒരു വിദ്യാർത്ഥിയായിരിക്കും. കിട്ടുന്ന നമുക്ക് വീണ്ടും നമ്മൾ കിട്ടുന്ന അറിവുകൾ വീണ്ടും
എത്രത്തോളം നമ്മൾ ഒരു വായിച്ച പുസ്തകം വീണ്ടും വീണ്ടും വായിക്കുമ്പോഴല്ലേ നമ്മുടെ ആ ഒരു അറിവ് ആഴത്തിൽ പോകുന്നത്. അപ്പോൾ വളരെ ആഴത്തിലുള്ള അറിവ് വേണമെങ്കിൽ അത് വീണ്ടും വീണ്ടും വായിക്കുക, പുതിയ പുസ്തകങ്ങൾ വായിക്കുക, അറിവ് നേടിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ അബണ്ടൻസിനെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യണമെങ്കിൽ സ്പീക്ക് അബണ്ടൻസ്. സമ്പൽ സമൃദ്ധിയെ കുറിച്ച് നമ്മൾ നിരന്തരം സംസാരിച്ചെങ്കിൽ മാത്രമേ സമ്പൽ സമൃദ്ധി നമ്മളിലേക്ക് വരത്തുള്ളൂ. അതുപോലെ ഫീൽ അബണ്ടൻസ്, ആക്ട് അബണ്ടന്റ്. നമ്മൾ ശരിക്കും അബണ്ടന്റ് ആണ്, അബണ്ടൻസിലാണ് ജീവിക്കുന്നതെന്ന് ആക്ട് ചെയ്യാൻ തുടങ്ങണം. അതുപോലെ തന്നെ ഏൺ മോർ, കൂടുതൽ സമ്പാദിക്കണം. അപ്പൊ അതിനുള്ള വഴികൾ എന്തൊക്കെയാ ചിന്തിക്കുക. ഓരോ വീക്കിലിയും നമ്മൾ കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്യുക. പ്ലാൻ വീക്കിലി, സൺഡേസിലൊന്ന് ഇരിക്കുക, അടുത്ത ഒരാഴ്ചത്തേക്കുള്ള പ്ലാനിങ് കറക്റ്റ് ആയിട്ട് തയ്യാറാക്കുക. അങ്ങനെ കൃത്യമായിട്ട് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ സ്ട്രെസ് ഫ്രീ ലൈഫ് ആയിരിക്കും നമുക്ക്. ഇപ്പൊ വീട്ടമ്മമാർ അടുത്ത ഒരാഴ്ചത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചിന് എന്താ, അല്ലെങ്കിൽ അല്ലെ ഓഫീസിൽ വർക്ക് ചെയ്ത് അടുത്ത ഒരാഴ്ച എനിക്ക് ചെയ്യാനുള്ള വർക്ക് ഇത്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്, ബിസിനസ് ആണെങ്കിലും ജോബ് ആണെങ്കിലും അടുത്ത ഒരാഴ്ചത്തേക്ക് കൃത്യമായിട്ട് സൺഡേയിൽ ഇരുന്നൊന്ന് പ്ലാൻ ചെയ്ത് വെച്ചാൽ ഒരാഴ്ച വളരെ കൂളായിട്ട് നിങ്ങൾക്ക് പോകും അല്ലെ. അതുപോലെ തന്നെ സെലിബ്രേറ്റ് എവറി സ്മോൾ വിൻ. കുഞ്ഞു കുഞ്ഞ് നമ്മുടെ ലൈഫിലെ സക്സസ് പോലും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ആക്ഷൻ, നമ്മൾ ടേക്ക് ആക്ഷൻ ഫാസ്റ്റർ. വളരെ പെട്ടെന്ന് ആക്ഷൻ എടുക്കുക. പലരും എന്ത് ചെയ്യുക, ആക്ഷൻ എടുക്കണം, ചെയ്യാൻ ടീച്ചറാണോ, നാളെ ചെയ്യാം, മറ്റന്നാ ചെയ്യാന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കാതെ. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ ജീവിതം വളരെ ഷോർട്ടാണ്. നമ്മള് ജീവിതത്തില് നല്ല സമയത്തൊന്നും വർക്ക് ചെയ്യാതെ ഒരു സമയം എത്തുമ്പോ അയ്യോ ഞാനൊന്നും ചെയ്തില്ലല്ലോ, എനിക്ക് ചെയ്യാൻ നല്ല സമയങ്ങളുണ്ടായിരുന്നു, ആ സമയങ്ങളൊക്കെ ഞാൻ വേസ്റ്റ് ചെയ്ത് ഫോണിൽ സ്ക്രോൾ ചെയ്ത്, അല്ലെങ്കിൽ ഞാൻ ആവശ്യമില്ലാത്ത സമയം പാഴിക്കളഞ്ഞ് ഞാൻ ലൈഫിൽ ഒന്നും നേടിയില്ലല്ലോ എന്ന് ഓർത്ത് നമുക്ക് ഒരു കുറ്റബോധം വരാനുള്ള ഇട കൊടുക്കരുത്. അതുപോലെ എന്ത് ചെയ്യണം, പെട്ടെന്ന് ആക്ഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്ത് നിങ്ങൾക്ക് ഞാൻ തരുന്നൊരു ഹോംവർക്ക് എന്താണെന്നറിയാവോ മക്കളെ, നിങ്ങള് ന്യൂ ഇയർ എത്തുന്നതിന് മുന്നേ തന്നെ ഇന്ന് മുതൽ തുടങ്ങണം. 2025 നിങ്ങൾക്ക് ലഭിച്ച 101 അനുഗ്രഹങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് എഴുതണം. ആ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി കഴിഞ്ഞ് വിശ്രമ ഈ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ വീഡിയോയ്ക്ക് താഴെ വന്ന് നിങ്ങൾ കമന്റ് ഇടണം. വിശ്രമ 101 ഗ്രാറ്റിറ്റ്യൂഡ് ഡൺ. 101 ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ എഴുതിയിട്ട് തീർച്ചയായിട്ടും കമന്റ് ഇടണം. കമന്റ് ഇടുക എല്ലാവരും. ചാറ്റ് ബോക്സ് ഓൺ ആണ്, പറയൂ. 101 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതിയ 2025 നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങൾ ലഭിച്ചു, 2025 എനിക്ക് ലഭിച്ച സന്തോഷത്തിന് നന്ദി, 2025 എനിക്ക് ലഭിച്ച പണത്തിന് നന്ദി, എന്റെ കുടുംബ സന്തോഷത്തിലും സമാധാനത്തിലും ആയിരുന്നതിന് നന്ദി. അങ്ങനെ 101 എഴുതിയിട്ട് യൂട്യൂബിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തേക്കാം, ഇത് കാണാത്തവർക്കായിട്ട് കേട്ടോ. അപ്പൊ നിങ്ങളിത് കണ്ടിട്ട് അതിന്റെ താഴെ വന്ന് ടീച്ചർമ്മ 101 ഗ്രാറ്റിറ്റ്യൂഡ് ആണ് എല്ലാവരും ഇടുമല്ലേ? യെസ്. അപ്പൊ എപ്പോഴും സന്തോഷമായിരിക്കുക, ചിരിക്കൂ, ചിരിച്ചുകൊണ്ടേയിരിക്കുക. അപ്പൊ എപ്പോഴും നല്ല ചിരിച്ച സന്തോഷത്തോടെ നല്ല എനർജറ്റിക് ആയിട്ടിരിക്കുക. 2026 എല്ലാവർക്കും ഭാഗ്യവർഷമാകട്ടെ. ടീച്ചർമ്മ എല്ലാരെയും ബ്ലസ് ചെയ്യണം. അടിപൊളിയായിരിക്കുക, എപ്പോഴും നല്ല സന്തോഷമായിട്ടിരിക്കുക. നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഇനിയിപ്പോ നമ്മുടെ 200K സെലിബ്രേഷൻ വരെയാണ്. അതുപോലെ നമുക്കിനി അങ്ങോട്ട് ഒരുപാട് ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ടീച്ചർമ്മ നിങ്ങൾക്കായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ കണക്ട് ആയിരിക്കുക. താങ്ക് യു സോ മച്ച് മക്കളെ, എല്ലാവർക്കും നന്ദി. പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുക, ടീച്ചറുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുക. ലവ് യു, ബ്ലെസ്സിങ്സ്. Thank you, teacher. Thank you, teacher.